സീറ്റ് ആൾറെഡി കൊടുത്താச்சு சார். கூப்பிட்டா ஃபோன் எடுக்க மாட்டேங்கிறீங்களே. അതെന്ത് പരിപാടിയാ? பின்னாடி சீட் இருக்கு, போய் அங்கே உட்காருங்க. അവിടെ താമ്പോ ഇരുന്നാൽ മതി. இந்த சீட் அலாட் பண்ணதே பெரிய விஷயம். எங்கேயாவது போய் உட்கார வேண்டியதானே? അതിനുവേണ്ടിയല്ല ഞാൻ ബുക്ക് ചെയ്ത്. സാർ സാർ തമ്പി തമ്പി ചേട്ടാ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ബാക്കി ഇരുന്നോളാം. ബ്രോ പ്ലീസ്. நமக்குன்னு வந்து மாட்டோம். சரியான போதையில் இருக்கிறான். லைட் ஆஃப் பண்ணப்பா. நமக்கு எதுக்கு வம்பு? അടിച്ചേക്കുന്നു വോഡ്ക. ഏതോ കൂതറ സാധനം വലിച്ചിട്ടിട്ട് വോഡ്ക. താനീ ബഹളൊക്കെ ഉണ്ടായി കയറിയിരിക്കുന്നേ ലേഡീസ് സീറ്റില. ഞാനേലും ചിക്കനും പ്രതീക്ഷിച്ചിരിക്കാൻ ചുമ്മാലടിക്കാൻ. ആരാ ലക്ഷ്മി? ഗേൾഫ്രണ്ടാ? അമ്മയാ. ഐ എം മൈക്ക്. ആന്റണി. മൈക്ക് ഒരു ബോയ്ഷ് നെയിം അല്ലേ? റിയൽ നെയിം സാറാന്നാ. അതൊന്ന് മാറ്റാൻ പോയിരുന്ന വഴിയോ? ഈ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓർഗൻ രഹസ്യം, ഈ ലിംഗമാറ്റം. வண்டி ஒரு 10 நிமிஷம் நிற்கும். சாப்பிட்றவங்க போய் சாப்பிட்டு வந்துருங்க. லேட் பண்ணிடாதீங்க, சீக்கிரம் வந்துருங்க. കഴിക്കുന്നില്ലേ? വിശപ്പില്ല. രണ്ടെണ്ണം അടിച്ചാൽ വിശപ്പോ? പഠിക്കാൻ സാധനം ഇരിപ്പുണ്ടോ? ബാഗിലുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു കമ്പനി വേണം. നാട്ടിലാണെങ്കിൽ വല്യമ്മച്ചിയോ റോബിയോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്. നാടനാ, ദ ഡ്യൂ ഫ്രം ഹെവൻ. ഞങ്ങൾ എന്നെ മാറ്റിയെടുക്കുക. എന്തിനാ സാധനം മാറ്റി വെക്കുന്നത്? ഇനിയും വേണോ? ഇതല്ല, ഈ ആണെപ്പോലെ തന്നെ ഞാൻ. ശരീരത്തിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റിച്ചാൽ പോരെ, അത്രേ ആലോചിച്ചുള്ളൂ. എന്തുപറ്റി? ജീവിതത്തിൽ ആരുടെയും കിസ്സൊന്നും കിട്ടിയിട്ടില്ല? തനിക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഫസ്റ്റ് കേസ് 13 വയസ്സുള്ളപ്പോഴാണ്. ഓ, അപ്പോഴേ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ? എൻ്റെ അല്ല, മമ്മയുടെ. ഐ എം സോറി. ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ഓക്കെ. എനിക്ക് ആണുങ്ങളോട് ഏറ്റവും അസൂയുള്ള കാര്യം ഇതാ. എപ്പോൾ എവിടെ ആണെങ്കിലും ഒഴിച്ചോളയാലോ.
അയ്യോ എന്നിട്ട് മുള്ളാൻ പോക്ക് നേരെ തന്തോ. ആന്റണി ജോൺ. ഇതൊരുമാതിരി വേലി കിടന്ന പാമ്പിനെ എടുത്ത്. நானும் பார்த்துக்கிட்டு தான் இருந்தேன். ரெண்டும் செம்ம டைட்டு. அவங்கள வண்டியில் ஏற்றினா நம்ம வேலை போயிடுங்க. ആടാ ആമാങ്ങ. ഞാനൊന്ന് ഇരുന്ന് പോയി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കിടന്നു പോയെന്ന് പറയും. വേഗം വാ, ബസ് പോവും. ബസ് പോയോ? അടിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ബസ്സും കേസൊക്കെ മിസ്സാവും. നമ്മളിനി എങ്ങനെയാ പോന്നേ? താനും തരുന്ന ഒരു പെൺപിള്ളേരെ പോലെ. നമ്മൾ ആൺപിള്ളേരെ എങ്ങനെ ടൂർ പോണേ അതുപോലെ അങ്ങ് പോവും. ഞാൻ ഫുഡ് കഴിക്കാതെ അടിച്ചിട്ട് എങ്ങനെ ഇത് പിടി വല്ലതും കഴിക്കാം. കെട്ടിക്കുട്ടിയാക്കി നമ്മളെ ഏതെങ്കിലും മൂലയ്ക്കാക്കിയാലേ എല്ലാ തന്തമാരും തള്ളമാരും അടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ നീ ഭാഗ്യവാനാ. എടാ ഞാൻ അങ്ങനെ അളിയാ എത്ര കാലം കുട്ടിയുടെ കോപ്പൊന്ന് കാണുന്നത്. ഒരു ഹഗ്ഗങ്ങൾ താടാ. സ്വാതി എവിടാ? ഇല്ലടാ വന്നില്ല. ഇനി വല്ലവരും അറിയിക്കാനുണ്ടോ? സാരമില്ലടാ, കുറെ കാലം കൂടിയിട്ടല്ലേ. നിനക്ക് നമ്മളാരും കാണണമെന്നില്ലെങ്കിലും നമുക്കങ്ങനെ എല്ലാം കൂട്ടിക്കാം. എടാ നീ ഒരു സംഭവം പറഞ്ഞാ ദേ ഇവര് പോലും വീട്ടിൽ പെണ്ണന്വേഷിക്കുന്നുണ്ടെന്ന്. അതെന്താടേ ഇവന് പോലും? അല്ല പറഞ്ഞതേ ഉള്ളൂ. നീ പ്രേമിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റാരെങ്കിലും കിട്ടി രക്ഷപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ. അവരുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും. എന്താ പറഞ്ഞു? തമാശ സൺലോ അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. നീ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ചില്ലറ കാര്യത്തിനാണോ നീ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് സാറാ? ഇതിനൊന്നും കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ നീ എന്ത് ഫ്രണ്ടാടാ? സാറാ നീ ഇത് വിചാരിക്കണ പോലെ കുട്ടിക്കളിയല്ല. ഓരോ തോന്നലിനും ഓരോന്നും ചെയ്യാൻ നിൽക്കല്ലേ. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഞാനെന്നല്ല ആരും നിൽക്കില്ല. നീ വരുന്നുണ്ടാ സാറാ? എണ്ണ അഡ്ജസ്റ്റ്. എന്തെങ്കിലും ഒരു പണിയേടേ, എന്തെങ്കിലും. നീയാണോ പിന്നെ എന്നും പണിക്കുന്നത്? ഒന്ന് പോടാ. എടാ പുല്ലേ, നിനക്കൊരു ജോലി ഉണ്ടെന്ന് കൂടുതൽ ആങ്കരുത് കേട്ടാ. ഇത് കുറച്ച് നാളായി. ആ കുട്ടി ഇനിയുള്ള കാലം ആൺകുട്ടികളെ പോലെ ജീവിക്കാം. ഓൾറെഡി അങ്ങനെ തന്നെയാണ് നടത്തും പെരുമാറ്റമൊക്കെ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ആണുങ്ങൾ എന്ത് ചെയ്യാനാണ്? നമ്മളല്ല, നീ കുറച്ച് ബുദ്ധിമുട്ടും. ഇനി നീ വാ തുറന്ന ഈ കല്ലിന് നിന്റെ വായിക്കാതായിരിക്കും. കുറെ നേരമായി കൊണ കൊണ കൊണാന്ന് ദേവനോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇനി ഉണ്ടായിരിക്കേ മിണ്ടായിരുന്നാ പോരെ? കപ്പ വേണോ? കൊടുക്കാന്. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇറങ്ങുവാണ്. ഏയ് എവിടെ പോണു? എടാ വീട്ടിൽ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പോണു. അളിയാ ബാക്കിയും കൂടി പരിച്ചിട്ടോ? അല്ലെ ബാക്ക് ചെയ്യുന്ന അങ്ങ് ഉണ്ടാക്കിയാ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ. ഞാൻ വരുന്നത്. ഞാൻ ഇറങ്ങട്ടാ, പോലെ പ്ലീസ്. കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. കുറച്ച് കഥയും കൂടെ പറഞ്ഞിട്ട് വിടറേ. Good night, sweet dreams. നീ മുന്നേ പോ, ഞാൻ വന്നോളാം. ഇതും വന്നിട്ടുണ്ടാവും. ആ ചെല്ല് പെരകറ് പിള്ളേരൊക്കെ പെരകറ്. നമുക്ക് ഇരിക്കാലിയാ സൺറൈസ്. ബൈ ദ വൈ, ആ പെൺകൊച്ചിൻ്റെ കാര്യമുണ്ടല്ലോ, കൊള്ളാളിയാ, എനിക്കിഷ്ടപ്പെട്ടു. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഇങ്ങനെ വേണം. തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. Cheers. നീ ചെല്ലേ, ഞാൻ ടൗൺ വരെ പോട്ടോ. ശരി, ബൈ മൈക്ക്. എങ്ങനെ ഇവിടെ എത്തി? തൻ്റെ ലൈസൻസ് കൊണ്ട് എനിക്കാണോ വീട് കണ്ടുപിടിക്കാൻ പാട്? എന്താ പരിപാടി? അമ്മ എവിടെ? അമ്മ എവിടെയും കാണാം, വാ. എടോ താൻ എന്തായാലും ഈ 18-ാം തീയതി മരിക്കാൻ പോലെ അവന് ചെറിയൊരു സഹായം ചെയ്യണം. ഈ സർജറിക്ക് എൻ്റെ കൂടെ ഒന്ന് വരണം. അറിയാവുന്നവരെ കൂടെ നിൽക്കുന്നില്ല. തനിക്കാകുമ്പോൾ പിന്നെ നാളെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. എടോ ചെയ്തതിലൊത്തൊരു ഉപകാരല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടോ.
സർജറി മൈസൂരല്ലേ? അതെ, സർജറി ടൈമിൽ അവിടെ നിന്നാൽ മതി. അതിനിടയിൽ 1-2 പോയിട്ട് വരണം. അതുവരെ ഇവിടെ താമസിക്കും. എടോ, എനിക്കധികം സ്ഥലമൊന്നും വേണ്ട. നമ്മൾ അവളർക്ക് ഒരു മുറി വരെ. മോളായിരിക്കില്ല എൻ്റെ മുറി. ഒന്നേരുവാടോ. ഇതെന്നത്തേക്ക് തീരും? തന്നെ ഞാൻ 18 മുന്നേ ഫ്രീ ആക്കാം. സർജറി സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ പൊക്കും. പിന്നെ ഞാൻ വല്ല ഹോംനെസ്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കൊള്ളാല. ദ ഗുഡ് ഡെത്ത്. ഇതൊക്കെ വെച്ച് ആർക്കായാലും മരിക്കാൻ തോന്നും. ആന്റണി ജോൺ. താൻ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ? 4 കാലിലെ കട്ടിലും 3 കാലിലെ ഫാൻ്റെ ചുവട്ടിൽ 2 കാലിലെ കുഞ്ഞിന് വേണ്ടി പോരാടുമ്പോൾ നീ എന്നെയും കൂടി ഓർക്കണേ. സ്വാതി. ആരോടാ ഈ സ്വാതി? നിങ്ങൾ തമ്മിൽ പ്രേമായിരുന്നോ അതോ ഒടുക്കത്തെ പ്രേമായിരുന്നോ? ഈ കാണുന്ന ആളായിരുന്നില്ല അവൻ. നമ്മൾ പറയാറില്ലേ നമ്മുടെ ലൈഫ് മാറി മറിയാൻ ഒരൊറ്റ മൊമെൻ്റ് മതിയെന്ന്. ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്. അതൊക്കെ ഉണ്ട്. വാ. എടാ അമ്മ, ആന്റണി വിളിക്കാം. എങ്ങനെ വന്നു? അമ്മ വാ. പൊക്കോ പൊക്കോ. ആ ശരി. ഞങ്ങൾ
എടാ അമ്മ വന്നിട്ടുണ്ടോ? അമ്മ ഓഫീസ് റൂമിൽ. മകന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ വീട്ടിലിരുത്തണം. മറ്റു കുട്ടികൾ പഠിക്കുന്നിടത്തേക്ക് അല്ല പറഞ്ഞു വിടേണ്ടത്. നിങ്ങൾ ഇങ്ങനെ കരയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ന്യായം അവനെ കുറിച്ച് പറയാനുണ്ടോ? ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ആണ്. സാറയ്ക്ക് അത് ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1 വീക്ക് ടൈമുണ്ട്. തനിക്കിതൊന്നും കൂടി ആലോചിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് കട്ട് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് തുടങ്ങാം. അതിനു മുമ്പ് ബോഡിയിലെ റിയാക്ഷൻസ് അറിയാനായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഓരോ ഓർഗൻസായിട്ട് റീഅസൈൻ ചെയ്യണം. വേണേൽ സർജറി കഴിഞ്ഞും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ബട്ട് വൺസ് സർജറി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സാറയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പഴയതുപോലെ പെണ്ണാവാൻ സാധിക്കില്ലെന്നർത്ഥം. ഐ നോ ഡോക്ടർ. എനിവേ ഇറ്റ്സ് അപ് ടു യു. ഐ ഹാവ് മൈ റീസൺസ്. സാറ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാമോ? ആൻ്റണി, ഇതൊരു ചെറിയ കാര്യമല്ല. സാറ ടോട്ടലി മാറാൻ തുടങ്ങുമ്പോൾ അവൾ എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ കോസ് സം സീരിയസ് ഹെൽത്ത് ഇഷ്യൂ ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. പിന്നെ നാട്ടിലുള്ള പള്ളിയിൽ അച്ഛനും അമ്മച്ച പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെയല്ലേ മൈസൂരിലുള്ള ഡോക്ടർ. താൻ എന്തിനാ ഇത് മാറ്റി വെക്കുന്നത്? എന്താ അങ്ങനെ ചോദിച്ചു? വെറുതെ. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടന്മാർ ഒരു 5 മിനിറ്റിൽ ഇവിടോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു പെൺകുട്ടിയായോണ്ട. ശരിയാ. ബോയ്സ് ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ഫോർ എവറിത്തിങ്. 6 മണിക്ക് വീട്ടിൽ കയറണ്ട. ഏത് പാതിരാത്രി എവിടെ വേണേ പോവാം. ചേട്ടാ ഒന്ന്. താങ്ക് യു. സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണ്ട. കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കെട്ടിച്ചൂടുന്നില്ല പരാതിയാക്കണ്ട. പബ്ലിക്കായി കുളിക്കാം എങ്ങനെ വേണേലും. ഒരാഴ്ച കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെ പോലെ. ആൻഡ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് എന്താ അറിയോ? തനിക്ക് എപ്പോൾ വേണേലും ആരുടെ കൂടെയും കിടക്കാം. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പീരിയഡ്സ്, പ്രഗ്നൻസീസ് ഓർ പെയിൻ. നോട്ട് ഓൾ മെൻ ആർ ഓൾവേസ് ഇൻ ദ മൂഡ് ഫോർ സെക്സ്. തനിക്കും അതൊക്കെ എപ്പോൾ വേണേലും ചെയ്യാം. എന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ഞാൻ സർജറി ചെയ്യാൻ പോലെ. Want to know how it works? മരിക്കാൻ പോണത് എനിക്കാണോ ഇത്രയും പേടി? എടാ, എന്റെ
ഈ കൂട്ടത്തിൽ ഇവിടെ നീന്തിക്കയറുന്നത് അവൻ മാത്രമേ ഉള്ളൂ. എടാ കാസിനെ, സ്വാതി പ്രസവിച്ചോ? സ്വാതി പ്രസവിച്ചേ. എടാ കാതുകൊട്ട എന്റെ ഭാര്യയല്ല, സ്വാതി പ്രസവിച്ചോ. എടാ സ്വാതി പ്രസവിച്ചത്. വരുവാ വാ. എൻ്റെ കൈ ഈ കവറെങ്കിലും വീട്. നീ പിടിച്ചോ. എടാ നിന്റെ ഈ അടിമ മുതലാളിത്തല്ലേ? കയ്യറാ ഇതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഫ്രൂട്ട്സ് കുറഞ്ഞു പോയോ എന്നാണ് എൻ്റെ ഒരു. കറക്റ്റ്. എന്നാൽ പിന്നെ കുറച്ച് ചക്കയും മാങ്ങയും കൂടെ മേടിക്കാറുണ്ടല്ലോ. ശരിയാണ്, നിന്റെ തല ഫ്രീ ആയിരുന്നല്ലേ? ഹോസ്പിറ്റലായപ്പോൾ എടുത്തുണ്ട്. നീ ഇവിടെ വന്നു. സാറാ എന്താടാ ഇത്, പഴക്കടയോ? നീ കഴിക്കടി. പിന്നെ ഞാൻ കഴിക്കാണ്ട്. മോളെ ഇപ്പം വേണ്ടമ്മ. സുഖപ്രസവമായിരുന്നു ആൻറ്റി. പിന്നെ നല്ല സുഖമായിരുന്നു. മിഥുനോടെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വീട്ടിലേക്ക് പോയിക്കോ. ചിലവുണ്ടെന്ന് പറയണം കേട്ടോ. ആ നീ ചെയ്താൽ മതി ചെലവ്. പാൽ കൊടുത്തായിരുന്നു. കൊച്ചു എത്ര കിലോ ഉണ്ട്? 3-ടുത്തുണ്ട്. ആഹാ. നീ എന്തൊന്നും മിണ്ടാത്തെ? ഹൗ ഈസ് മൈ ബേബി? ഷീസ് ബ്യൂട്ടിഫുൾ. അമ്മയെ പോലെ തന്നെ ഉണ്ട് കുഞ്ഞു. അതേ കണ്ണും നോക്കും. ഐ ഫെൽറ്റ് മാജിക്കൽ. നമ്മുടെ അതേ രൂപത്തിലൊരു കുഞ്ഞുണ്ടാവുന്നതൊക്കെ. 2-3 ദിവസം കഴിഞ്ഞാൽ ബോഡിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അധികം വെളിയിലൊന്നും ഇറങ്ങണ്ട. മെഡിസിൻസ് ഉണ്ട്. സർജറി നമുക്ക് 2 വീക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യണം. റിലാക്സ്. സാറ കുറച്ച് സമയം ഒബ്സർവേഷനിലിരിക്കട്ടെ. സാറയുടെ കാര്യത്തിൽ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്ന ഇമ്പൾസീവ് ഡിസിഷൻസ് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ലല്ലോ. ഇനിയും മാറിയാലോചിക്കാൻ ടൈമുണ്ട്. I think you should talk to her. She's confused. Doctor, at the end of the day, it's her choice. All I can do is stand by it. Anyway, we'll meet again. ഞാൻ വിചാരിച്ചത് നീ ഇപ്പം തന്നെ ആണായിട്ട് വരുമെന്നാ. ഓൾറെഡി അങ്ങനെ തന്നെയല്ലേ? എന്നാ പിന്നെ മാറ്റണ്ടല്ലോ. ഫാർമസി എപ്പുറത്താവാ. 2 വീക്സ് മെഡിസിൻ കഴിക്കണം. അതുവരെ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ചുമ്മാന്നേ, ഇതൊക്കെ പെമ്പിളയുടെ കാര്യത്തിലല്ലേ, നമ്മുടെ ആമ്പിള്ളയുടെ ബോഡിയല്ലേ. നീ ഇതെന്ത് ഭാവിച്ചാ? നിനക്കൊരു ജോലിയൊക്കെ വേണ്ടേ? 1-2 ഇടത്തൊക്കെ കയറിയതാ, പക്ഷെ ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ല. അതൊക്കെ ശരിയാക്കാം. നീ കുറച്ചാൾ ഇവിടെ ഇല്ലേ? നീ വാ. ആശാനെ, ഞാൻ ഒന്ന് വരട്ടെ. പഠിച്ചിട്ടുണ്ടേ മാത്രം, അല്ലെങ്കിൽ മർമ്മം പിണി. പഠിച്ചിട്ടുണ്ടെന്നേ നമ്മൾ എത്ര ഉണ്ടേക്കുന്നു.
പപ്പ എന്നെ ഷിപ്പിൽ കൊണ്ടുപോകൂ. ഷിപ്പ് കൊച്ചിന് കടൽ വലിയ ഇഷ്ടമല്ലേ? പപ്പ കൊണ്ടുപോട്ടോ. ആ സെബാസ്റ്റിനോട് ഷെഡ് കാണാൻ ആരും വന്നിട്ടുണ്ട് കേട്ടോ. ആ വന്നോ? വൈകുന്നേരം വരാം. ആ ഷെർലി, ആ ചാവി കൂടി എടുത്തേക്കണേ. ആ കൊച്ചിരുന്ന് വരച്ചോട്ടോ. ഇത് മതിയാവും. ഒന്നേറെ കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ എന്തായിരുന്നു പരിപാടി? ഇത് എൻ്റെ ബിസിനസ്സായിട്ട് ബാംഗ്ലൂരായിരുന്നു സ്കൂൾ. എന്നാ പരിപാടി തുടങ്ങാനാ? തൈക്കോണ്ടോ? അത് കൊള്ളാം. മോൾക്ക് ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റാ. അവൾക്കും പഠിക്കാലോ. ഓ ആയിക്കോട്ടെ. ഇത് അധികം പഴക്കമൊന്നുമില്ല. കറണ്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹലോ, പണിയൊക്കെ എങ്ങനെ പോകുന്നു? ആ പണിയൊക്കെ നടക്കുന്നു. എൻക്വയറി ഒക്കെ ഉണ്ടോ? ഉണ്ട്. എബ്രഹാം, നമസ്കാരം ചേട്ടാ. രാവിലെ പണിക്കാർ വരുമ്പോൾ ചാവി ഒന്ന് കൊടുത്തേക്കാവും. പണി കഴിഞ്ഞില്ലല്ലേ? ഇല്ല, 2 ദിവസം കൂടെ ഉണ്ട്. ശരി, കാണാം. അതെ, എനിക്ക് നാളെ രാവിലെ എനിക്ക് സ്പൈസസ് ബോഡി ചാവി നീണ്ടെന്ന് വെച്ചോ. അവരെ വെയിറ്റ് ചെയ്യണ്ട. തൈക്കോണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാനും വേണ്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. കാശിന് കാശ് തന്നെ വേണം. അതെങ്ങനെയാ? മിടുക്കന്മാരെ നിങ്ങളുടെ കയ്യിലിരുന്ന് കൂടെ കൊണ്ടുപോയില്ലേ? ബിസിനസ് ആവുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും എൻ്റെ ഷെർലി. നിങ്ങൾക്ക് എടുത്തു തന്ന ലോണേ ഇപ്പൊ എന്റെ ശമ്പളത്തിൽ നിന്നാ പിടിക്കുന്നത്. അറിയാം നിങ്ങൾക്ക്? നിനക്കൊരു ചെക്കനായി ജനിച്ചാ പറയണ്ട. ഒരാണെങ്കിലും ഉണ്ടായതിനെ ഷെർലി, അമ്മച്ചിക്ക് എന്നാ? ആദ്യത്തെ കുറച്ച് നാൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കൈ രണ്ടും മുകളിലോട്ട് ഉയർത്തി. 1 2 3 ഗോ. വെരി ഗുഡ്. 1 2 3 ഗോ. 1 കം 1 2 3 ഗോ. ഹേ, യെസ്, വെരി ഗുഡ്. കണ്ടിന്യൂ. ഇന്നത്തെ കഴിയാറായോ? ആ, ഏകദേശം. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകും. സാറ് നല്ല ടാലന്റ് ഉള്ള ഞാൻ കുട്ടിയാണ്. അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതിനെന്താ? അയാളുടെ ഉദ്ദേശം ശരിയല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തൈക്കോണ്ടോ ക്ലാസ്സുകൾ നിർത്തി. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. വാടി, പോവാം. പെൺപിള്ളേരായ അടക്കി ഒതുക്കി വളർത്തണം.